സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുവചനം വ്യക്തമാക്കുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നാം ബലിയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധിയോടെ കടന്നു ചെന്ന് ബലിയർപ്പിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണം. എന്നാൽ ബലിയർപ്പിക്കുവാൻ നാം ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, വിശുദ്ധി കൂടാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ അല്ലെങ്കിൽ മനസ്തപിക്കാതെ ആശീർവദിച്ച അപ്പം കഴിക്കരുത്. അങ്ങനെ നാം കർത്താവിനെതിരെ തെറ്റു ചെയ്യുന്നു എന്ന് തിരുവചനം പ്രഖ്യാപിക്കുന്നു. 1 കൊരിന്തോസ് 11-ാം അധ്യായം 27 മുതലുള്ള തിരുവചനം പറയുന്നു, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, തിരുവചനം വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നത്, അയോഗ്യതയോടെ യൂദാസ് അപ്പം ഭക്ഷിച്ചപ്പോൾ അവനിൽ സാത്താൻ കയറി. യേശുവും തന്റെ ശിഷ്യന്മാരും ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഒരേ അപ്പം യേശു എല്ലാവർക്കുമായി പങ്കുവച്ചു. എന്നാൽ ആ അപ്പം യൂദാസ് അയോഗ്യതയോടെ ഭക്ഷിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ കയറി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു, യേശു അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തോയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് 1 കൊരിന്തോസ് 11-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. സ്നേഹമുള്ളവരെ, ദേവാലയത്തിൽ നാം ബലിയർപ്പിക്കുവാൻ കടന്നു പോകുന്നതിന് മുൻപ് നാം ശ്രദ്ധിക്കുക, ആത്മശോധന ചെയ്യുക, വിശുദ്ധിയോടെ കടന്നു ചെല്ലുക. കർത്താവായ യേശുവിനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഇന്ന് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുഹിതം എന്നിൽ നിറവേറ്റണമേ. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ആത്മാവിനാൽ നമ്മെ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ വരദാനങ്ങളാൽ ഇന്ന് എന്നെ നിറയ്ക്കണമേ. ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നല്ല വഴിയിൽ നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. തിന്മയിലകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നൽവര
കഴുകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. കർത്താവിനോട് പറയാം, കർത്താവെ, അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇന്ന് എന്നെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണം. സ്തുതി ആരാധനകൾ അവിടുത്തെ തിരുമുമ്പിൽ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുരക്തം ഇന്ന് ഞങ്ങൾക്ക് മറയായിരിക്കട്ടെ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. കർത്താവേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. കർത്താവായ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തത്തിന്റെ സംരക്ഷണം ഇന്ന് ഇത് ശ്രവിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.